എടോ, താൻ ശരിക്കും അന്വേഷിച്ചോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. അതുകൊണ്ടല്ല ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞത്. ആ വിഘ്നേഷിന്റെ കാര്യത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. ആരെ വേണമെങ്കിലും ഉപദ്രവിക്കുന്ന മട്ടില്ല അവന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. എന്തായാലും അവിടെ നിന്ന് പോന്നല്ലോ. ശരി, ഞാൻ നോക്കിക്കോളാം. എന്താ ഹിറ്റ്ലറെ, വല്ല വിവരം കിട്ടിയോ? ഇപ്പൊ അച്ഛനോടാണോ സംസാരിച്ച? അല്ല, കമ്മീഷണറാ. എന്താ പറഞ്ഞേ? അത് പിന്നെ അങ്കിളിന്റെ കൂട്ടുകാരനല്ലേ, ആ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുട്ടമ്പിള്ള ചേട്ടൻ. കുട്ടമ്പിള്ള ചേട്ടൻ എന്തു പറ്റി? അയാളിപ്പോ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? സന്ധ്യക്ക് എവിടെയോ പോയിട്ട് വരുന്ന വഴിക്ക് ഏതോ വണ്ടി തട്ടിയതാ. ആരോ എടുത്ത് ആശുപത്രിയിലാക്കി. ബോധം വന്നപ്പോ അയാൾ അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞു. അതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. അങ്കിൾ അയാളുടെ അടുത്തുണ്ട്, രാവിലെ എത്തും. ഉറപ്പാണല്ലോ അല്ലേ? താൻ പേടിക്കണ്ട, സത്യം തന്നെയാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ മോളിരിക്കെ, ഞാൻ വിളമ്പാം. ഒരു കാര്യം ചെയ്യും, ആന്റിയും കൂടി ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ആ പെണ്ണിനെ തിരിച്ചു പറഞ്ഞു വിടുന്നതിനെ കുറിച്ച് എന്തേലും തീരുമാനമായോ? ആ ഹരിപ്രിയയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. മമ്മി എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? ആ ഹരിപ്രിയ എവിടെ നിൽക്കുന്നുണ്ട്, മമ്മിക്ക് എന്താ കുഴപ്പം? അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. ചക്കിന് വെച്ചത് അവസാനം കൊക്കിന് കൊണ്ടെന്ന് പറയരുത്. ഹിറ്റ്ലർ കഴിക്ക. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾക്ക് വിരോധം തോന്നരുത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ. പ്രിയമോൾക്ക് ഇപ്പൊ ഇരട്ട കുഞ്ഞുങ്ങളും ആവാൻ പോന്നു. അതിനു മുൻപേ കല്യാണം കഴിച്ചവരാ നിങ്ങള്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനുള്ള വലിയ ആഗ്രഹത്തിലാ പത്മാവതി അമ്മ. ആ ആഗ്രഹം നിങ്ങൾ ഉടനെ സാധിച്ചു കൊടുക്കണം. കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ ഗൗരവമായി ആലോചിച്ചേ പറ്റൂ. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നേരത്തെ നോക്കണം. ഇക്കാലത്ത് അതിനൊന്നും ഒരു വിഷമമില്ലല്ലോ. ഇക്കാര്യം ഇപ്പൊ തന്നെ സംസാരിക്കണം, പിന്നീട് സംസാരിച്ചാ പോരെ? ഹിറ്റ്ലറെ കഴിക്കുന്നില്ലേ? മമ്മി എന്തിനിപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യമാണോ? ആവശ്യമുള്ള കാര്യമല്ലേ. അതൊക്കെ ഇപ്പഴാണോ ചോദിക്കുന്നേ? ഇപ്പഴല്ലാതെ നിങ്ങളെ പിന്നെ എപ്പോഴാ ഒന്ന് കിട്ടുന്നേ? താങ്ക് യു മോളെ. യുനോ, സുപ്രിയ മരിച്ചതിന് ശേഷം തകർന്നു നിന്ന എന്നെ മോനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവളാ. ഇപ്പൊ ഈ ലോകത്ത് അവള് കഴിഞ്ഞേ ഉള്ളൂ എന്റെ മോന് മറ്റെന്തു. പുറമേ ഇങ്ങനെ ദേഷ്യവും പിണക്കവും ഒക്കെ കാണിക്കൂന്നേ ഉള്ളൂ, ഉള്ളില് അവനൊരു പുവർമാന. അമ്മേ, മറ്റാരേക്കാളും കൂടുതൽ അതറിയാവുന്ന ആളാ ഞാൻ. അതുകൊണ്ട് തന്നെ ജ്യോതിയും ഡേക്കയും തമ്മിൽ പിരിയില്ല, ജീവിതത്തിൽ ഒരിക്കലും. പോരെ മോളെ, ഐ എം വെരി ഹാപ്പി. യു കണ്ടിന്യൂ. പിന്നെ പേടിക്കാതെ പറ്റുമോ? എന്റെ ഭർത്താവിന്റെ പഴയ ഭാര്യയായി പോയില്ലേ നീ? ഇനി നീ ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ കെട്ടിയോൻ നീ ആരാണെന്ന് അറിയാതെ ഞാൻ നോക്കണ്ടേ? എന്താടി എന്തൊക്കെ ഭാവങ്ങളാ നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന? സ്നേഹവും കുസൃതിയും ഇത്തിരി കുശുമ്പും അസൂയയും അതിനേക്കാൾ കാരുണ്യവും ഉണ്ട്. പിന്നെ കാരുണ്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് അല്ലേ? ഒന്ന് പോടി അവിടുന്ന്. നീ വേഗം റെഡി ആവുന്നുണ്ടോ? നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഞാനും അപ്പോഴേക്ക് റെഡി ആയിട്ട് വരാം. പിന്നെ പെട്ടെന്ന് വേണം, ഉഴപ്പരുത്. ഉഴപ്പുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ആഹാ, ഇവളുടെ ഒരു കാര്യം.
പറയാതെ പോകുന്നതിന് തന്റെ അച്ഛനിനി പിണങ്ങോ? ഏയ് ഇല്ല. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ നമ്മൾ പോരില്ലെന്ന് അച്ഛനറിയാലോ. ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയണം. ഞാൻ കള്ളം പറയോ? സത്യം മാത്രമേ പറയൂ. ഹരിപ്രിയൻ താനുമായിട്ട് ഒരു ബന്ധവുമില്ല. തന്റെ ജീവിതത്തിൽ ഹരിപ്രിയ ആരുമല്ല. എന്നിട്ടും അവളുടെ കാര്യത്തിൽ അമിതമായ കരുതൽ താൻ കാണിക്കുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? അതാ എനിക്കറിയേണ്ടത്. ഹിറ്റ്ലറെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അങ്ങനെ വന്നാ അവിടെ ഒരു നാഗവല്ലിയും കാണും, രാമനാഥനും കാണും. നീ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാ തറയി പറയുന്നേ? മായച്ചി, ഈ ഹരിപ്രിയ ആരാ? സുപ്രിയ ആന്റിയുടെ അനിയത്തി. അപ്പൊ സുപ്രിയ ആന്റിയോ? സുപ്രിയ ആന്റി നമ്മുടെ അമ്മായിയമ്മ, ഹരിപ്രിയയുടെ ചേച്ചി ആണേ. ആ അല്ല, താരേച്ചിക്ക് ഇത് എന്ത് പറ്റി? ആ ശരിക്കും കിളിപോയ ലക്ഷണം ഉണ്ടല്ലോ. ഇങ്ങനൊക്കെ സംഭവിച്ചാ ഒരു കിളിയല്ല, ഒരുപാട് കിളികൾ പറന്നുപോകും. നീ ചുമ്മാ നിന്ന് കിണുങ്ങാതെ കാര്യം പറതാരെ. ഹരിപ്രിയയെ ജ്യോതി, സുപ്രിയ എന്ന് വിളിക്കുന്നതിൽ എന്താ കാര്യം? ഓ ദേ, പിച്ചും പെയും പറയല്ലേ താരേച്ചി. ഹരിപ്രിയ എന്തിനാ സുപ്രിയ എന്ന് വിളിക്കുന്നത്? അത് ചിലപ്പോ പേര് വിളിച്ചപ്പോ തെറ്റിപ്പോയതായിരിക്കും. പിന്നെ ഹരിപ്രിയെ കയറി അവള് സുപ്രിയ എന്ന് എന്തിനാ വിളിക്കുന്നേ? നീ കേട്ടതിന്റെ തെറ്റായിരിക്കും. ആണോ? ഞാൻ കേട്ടതിന്റെ തെറ്റാണോ? ഹരിപ്രിയ എന്നാണോ? അങ്ങനെയാണോ വിളിച്ചത്? സുപ്രിയ എന്നാണോ വിളിച്ചത്? അതോ ജ്യോതി എന്നാണോ വിളിച്ചത്? ശോ, ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. അപ്പൊ മാടമ്പള്ളിയിലെ മനോരോഗിയായ ആ പ്രേതം ശരിക്കും ആരാ? ഓ, നാഗവല്ലിയാണോ അതോ ഉണ്ണിമായാണോ? ഉണ്ണിമായോ? എന്റെ പൂജ താരേച്ചി, ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ നീയാ ശരിക്കും മനോരോഗി. നിന്നെയാ ഭ്രാന്താശുപത്രി കൊണ്ടുപോകേണ്ടത്. നീ മിണ്ടാതെ നിന്ന് ജോലി ചെയ്താരെ. എന്നാലും എന്തിനായിരിക്കും ഹരിപ്രിയ ജ്യോതി സുപ്രിയ എന്ന് വിളിച്ചത്? സുപ്രിയ മരിച്ചിട്ട് എത്ര കാലമായി? പിന്നെന്തിനാ ഇപ്പൊ ഹരിപ്രിയ അങ്ങനെ വിളിച്ചത്? എന്തോന്നാ മൈച്ചി? ഇതിൽ എന്തോ ഒരു ടൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, എന്നാലും എന്തിനായിരിക്കും അവര് പുറത്തു പോയത്? താരേച്ചി, എന്താ? ഇനി മായേച്ചി ഗർഭിണിയോ മറ്റോ ആണോ? ആണോ? എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവര് ഡോക്ടറെ കാണാൻ പോയതാണോ? എന്തൊരു കള്ളിയായി മായേച്ചി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം നമ്മളോട് പറയണ്ടേ? നമ്മളല്ലേ വാലെ കടിച്ചപ്പോഴും പിന്നാലെ നടക്കുന്നത്. അത് ഉറപ്പിക്കാനായിരിക്കും ചിലപ്പോ പോയത്. അത് കഴിഞ്ഞ് നമ്മളോട് പറയുമായിരിക്കും. ഈശ്വര, അപ്പൊ ബമ്പർ മായേച്ചി അടിച്ചെടുത്തോ? ഇതിപ്പോ പ്രത്യേകിച്ചൊരു കുഴപ്പവും പറയാനില്ല. പ്രശ്നമായിട്ട് വേറൊന്നും കാണാനുമില്ല. അല്ല ഡോക്ടറെ, പെട്ടെന്ന് ബ്ലഡ് വന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനാകെ പേടിച്ചു പോയതാ. അത് വേറൊന്നുമല്ല, മൂക്കിനുള്ളിൽ വന്ന ചെറിയൊരു തടുപ്പ്. അത് ചൊറിഞ്ഞു പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഓ ശരി. അതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമുക്കറിയേണ്ടത് മറ്റു ചില കാര്യങ്ങളാ. ഇപ്പോ ശ്വാസമുട്ടലുണ്ടോ? ഇല്ല ഡോക്ടർ. അതുപോലെ തന്നെ മുമ്പായിരുന്നെങ്കിൽ രാത്രി ഉറക്കം തീരെ കുറവായിരുന്നു. പക്ഷെ ഈ അടുത്തായി നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ ഇവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കൊരു വിസ്മയമായിട്ടാ തോന്നുന്നത്. ലോകത്തൊരു പെൺകുട്ടിയും ജ്യോതിയെ പോലെ എങ്ങനെ പെരുമാറില്ല. ആരും ഇത്രയും കാരുണ്യം കാണിക്കുകയില്ല. ഒരുപക്ഷെ
ജ്യോതി നൽകുന്ന സമാധാനവും സ്നേഹവും കെയറും കൊണ്ടാകണം സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സന്തോഷമായിട്ട് ഇരിക്കാനും ഒക്കെ കഴിയുന്നത്. അതിലൊരു സംശയമില്ല ഡോക്ടർ. ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടേക്ക് വന്നതാ ഞാൻ. ഡോക്ടർക്ക് അറിയാലോ, മരണമല്ലാതെ എനിക്ക് ചിന്തിക്കാൻ വേറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. എല്ലാത്തിനും കാരണം ജ്യോതിയാ. ജ്യോതിയെ പോലെ നല്ല മനസ്സുള്ള പെൺകുട്ടികൾ വളരെ കുറച്ചേ കാണൂ. എന്റെ പൊന്നു ഡോക്ടറെ, എന്നിങ്ങനെ പുകഴ്ത്താൻ വേണ്ടി ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവളെ കൊണ്ട് എനിക്ക് വേറെ ശല്യമൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കോ? അതും ആരും അറിയാതെ. ഒരു ബോംബും കയ്യിൽ വെച്ചോണ്ട് നടക്കുന്ന പോലെയല്ലേ അത്? ജ്യോതിയുടെ ഈ ഹ്യൂമർ സെൻസ്, ഏത് സീരിയസ് ആയ കാര്യത്തെയും നിസ്സാരമായി കാണാനുള്ള കഴിവ്, അതുതന്നെയാ സുപ്രിയയുടെ മനസ്സിനെ ഇത്രയ്ക്ക് സ്വാധീനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ ടെസ്റ്റുകളും നമുക്ക് ഒരിക്കൽ കൂടി നടത്തണം, ഇന്ന് തന്നെ. അല്ല, അത് ഇന്ന് തന്നെ വേണോ ഡോക്ടർ? വേണം. എനിക്ക് ചില പോസിറ്റീവ് സൈനുകൾ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. തൽക്കാലം പോയി ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് വാ. അപ്പോ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഡോക്ടർ? എന്താ ഡോക്ടർ, ഒന്ന് തെളിച്ചു പറയൂ. മായക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിന് ട്രീറ്റ്മെന്റ്സ് തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്നുവെച്ച് മായി പേടിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരുമെന്ന് മാത്രം. ഒരു മിനിറ്റ്, മായ ഒന്ന് പുറത്തിരിക്കോ? ഞാനൊന്ന് ശ്രീറാമിനോട് സംസാരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ മായയെടുത്ത് പറയരുത്. പറഞ്ഞാൽ ആ കുട്ടി ആകെ തളർന്നു പോവും. പിന്നെ ഇതൊന്നും കുഞ്ഞുങ്ങളുണ്ടാവാൻ തടസ്സമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. അഥവാ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഈ മാർഗം സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യം മായ ഒരിക്കലും അറിയില്ല എന്ന് ശ്രീറാം എനിക്ക് ഉറപ്പ് തരണം. ഇല്ല ഡോക്ടർ, ഞാനിതൊരിക്കലും അവളോട് പറയില്ല. എന്നാലും എന്നെങ്കിലും ഒരിക്കലും അവളിത് അറിയേണ്ടി വരുമ്പോ അവൾക്കത് സഹിക്കാൻ പറ്റുമോ ഡോക്ടർ? അത് സാരമില്ല ശ്രീറാം, അത് അപ്പോഴത്തെ കാര്യമല്ലേ, നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ശരി ഡോക്ടർ. ഓക്കെ. എന്താ ശ്രീയേട്ടാ, എന്താ ഡോക്ടർ പറഞ്ഞേ? എന്റെ എന്ത് കാര്യം? നമുക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? സത്യം പറ ശ്രീയേട്ടാ, ഡോക്ടർ അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് മെഡിസിൻസ് നീ കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, നീ വാ. ഇല്ല, എന്നോട് അത് പറയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഡോക്ടറോട് ഞാൻ സംസാരിക്കാം. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. ഒരിക്കൽ നമുക്കൊരു തെറ്റ് പറ്റി. ദൈവം തന്ന കുഞ്ഞിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റാത്. ഞാൻ പറഞ്ഞത് ശ്രീയേട്ടനനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീയേട്ടാ, സത്യം പറ, അതുകൊണ്ട് നമുക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞോ? ഏയ്, അങ്ങനൊന്നുമില്ല. താൻ വാ. വാടോ. നീ അങ്ങനെ വലിയ നല്ല പിള്ളേന്ന് ചമേണ്ട. കള്ള ഗർഭം അഭിനയിച്ച് ഈ വീട്ടിൽ എല്ലാവരും പറ്റിച്ചവളല്ലേ നീ? ഞാൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെട്ടില്ലല്ലോ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ.
പക്ഷേ എനിക്കതിന് എന്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. ജ്യോതി എന്ത് കാരണം കൊണ്ടായാലും അതൊരിക്കലും ശരിയല്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ചിത്രേ. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞു പോയതാണെങ്കിലും ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ മറക്കാൻ അത്ര വലിയ സമയമൊന്നും ആയിട്ടില്ലല്ലോ. താരെ, നീയും ചിത്രയും മായയൊക്കെ ഉണ്ടല്ലോ എന്റെ മരുമക്കളാ. പ്രായം കൊണ്ട് വലിയ വ്യത്യാസമില്ലെങ്കിലും സ്ഥാനം കൊണ്ട് നിനക്കൊക്കെ ഒരുപാട് മുകളിലാ ഞാൻ. അതിന്റെ ഒരു അധികാരവും ഇന്നേ വരെ ഞാൻ നിങ്ങളോട് ആരോട് കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ അനാവശ്യമായിട്ടുള്ള സംസാരം പ്രവൃത്തിയും നിങ്ങൾക്ക് നല്ലതല്ല. രണ്ടുപേരോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചിത്ര, നിന്റെ മനസ്സിൽ കുറച്ച് നന്മയുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ ഇവരുടെ കൂടെ നടന്ന് അതും കൂടി ഇല്ലാതാക്കി കളയരുത്, പറഞ്ഞേക്കാം. നീ ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യനിവിടെ തീരുന്ന് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ചോദ്യവും പറച്ചിലും. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞങ്ങൾക്കറിയാം. അതിന് നിന്റെ ഒരു സഹായവും വേണ്ട. മായ, ഇതൊരു കുടുംബമല്ലേ? ഇവിടെ താമസിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. നമ്മളിൽ ആർക്കെങ്കിലും ഒരു സങ്കടം വന്നാ അത് പരസ്പരം അറിയണ്ടേ? ജ്യോതി, തൽക്കാലം അവളോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. നിങ്ങൾ എന്തു പറയാൻ? ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ വരുന്നവരോടും പോകുന്നവരോടും എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മായേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? നിനക്കൊരു വിഷമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് ഈ വീട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാലും മായച്ചിക്ക് ഇതെന്താ പറ്റിയേ? എന്തിനാ മായച്ചിക്കിന് ബഹളം വെക്കുന്നേ? ആദ്യം ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നു. എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മായച്ചി ഇത്രയ്ക്ക് ദേഷ്യപ്പെടുവോ? ഇനി പോയ വഴിക്ക് ശ്രീയേട്ടനും മായച്ചിയും എന്തെങ്കിലും വഴക്കുണ്ടായോ? അതുകൊണ്ടാണോ ഈ ബഹളം കാണിച്ചത്? ഏയ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് മറ്റെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. താരേച്ചി, നമുക്ക് ഒന്നുകൂടെ പോയി ചോദിച്ചാലോ? വേഗം അങ്ങോട്ട് ചെല്ലേ, ഇപ്പൊ കിട്ടും. അല്ല, എന്നാലും നമുക്ക് കാര്യം എന്താന്ന് അറിയണ്ടേ? അല്ല, നമുക്കേ ശ്രീയേട്ടനോടൊന്ന് പോയി ചോദിച്ചാലോ? ആരോടും ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിക്കണ്ട. തൽക്കാലം മായച്ചിയുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങട്ടെ. മായച്ചിയോട് തന്നെ ചോദിക്കാൻ എന്താ പറ്റിയെന്ന്. നീ വാ. അതും കൂടി ആയപ്പോ ആ കുഞ്ഞിനെ ഞങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ചു. ആഘോഷം നടത്തി. അന്നത് വേണ്ടെന്ന് വെക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇന്നൊരു കുഞ്ഞു വേണമെന്ന് വിചാരിച്ചപ്പോ ഈശ്വരൻ തരുന്നില്ല. ഞങ്ങളോടുള്ള പിണക്കം കൊണ്ടായിരിക്കും മുഖം തിരിച്ച് നിൽക്കുമോ ഈശ്വരൻ? ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് പറയുന്നു. മായാകെ ടെൻഷനില്ല. എനിക്കാണെങ്കിൽ അവളോട് എന്ത് പറയണമെന്നും അറിയില്ല. ഈശ്വരൻ സന്തോഷത്തോടെ തന്നപ്പോ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ കൈനീട്ടി യാചിച്ചപ്പോ കിട്ടുന്നുമില്ല. അതാ വിധി. എല്ലാം ഞങ്ങൾ ഇല്ലാതാക്കിയ കുഞ്ഞിന്റെ ശാപമായിരിക്കും. ആര് പറഞ്ഞു ഒരു അവകാശവും ഇല്ലെന്ന്? മഹാപാപല്ലേ അവള് ചെയ്തത്? അപ്പൊ പിന്നെ അവളോടത് ചോദിക്കണ്ടേ? അമ്മ ചോദിക്കാം, പക്ഷെ അതിപ്പോഴല്ല, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ. ഇപ്പോ മായ ആകെ തകർന്നിരിക്കുക. ഈ അവസ്ഥയിൽ അമ്മയും കൂടി പോയി മായയെ വിഷമിപ്പിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ചിലപ്പോ വല്ല ഡിപ്രഷനും വന്ന് ആത്മഹത്യ വരെ ചെയ്തോന്നിരിക്കും. അമ്മേ, അതാ അമ്മ ഞാൻ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പ്രയാസമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ആകെ തകർന്നിരിക്കുക മായ. അതിനിടയിൽ അമ്മ ഇത് പോയി ചോദിക്കൊന്നും വേണ്ട. ഇതമ്മ മറന്നേക്ക്. ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടില് അമ്മ മായോട് പെരുമാറണം. ദേ,
അവർക്കൊരു തെറ്റ് പറ്റിയത് ഊതി വീർപ്പിച്ച് അവരെ ദ്രോഹിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുകയല്ലേ അമ്മ വേണ്ടത്. എന്നാലും ഈ മുറ്റത്ത് ഓടിക്കളിക്കേണ്ട കുഞ്ഞിനെ അല്ലേടി അവര്. ഇനി അവർക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അമ്മേ, ദൈവം വലിയവനാ. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന പോലെ മായയും ദൈവം അനുഗ്രഹിക്കും. അവൾക്കും കുഞ്ഞുങ്ങൾ ജനിക്കും. ആർക്കറിയാം? മൈ ലിറ്റിൽ കണ്ണാ, നിന്റെ മുമ്പിൽ ഇതൊക്കെ നടന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? അതോ നീയും അവരുടെ കൂടെ കൂടി എല്ലാം മറച്ചു വെച്ചതാണോ? ഞാനിനി ആരോടും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അവരായി അവരുടെ പാടായി. എല്ലാവരുടെ ഇഷ്ടങ്ങൾ നടക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? അമ്മ സമാധാനായിട്ടിരിക്ക. ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. ഇനി എന്ത് ശരിയാവാൻ? എല്ലാം പോയില്ലേ. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ലടി ദൈവം അനുഗ്രഹിക്കുമ്പോഴാ കുട്ടികൾ ജനിക്കുന്നത്. അതിനെ അവരില്ലാതാക്കിയത്. എന്റെ ഗുരുവായൂരപ്പ, നീ അവരോട് പൊറുക്കണേ. അപ്പൊ നമ്മള് സംശയിച്ചൊക്കെ ശരിയായിരുന്നു അല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനിടയില് ഇത്രയും വലിയ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, താരേച്ചിക്ക് കാര്യം നേരത്തെ അറിയായിരുന്നോ? എവിടുന്ന്? എന്നോട് വായിച്ച ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടായതോ അബോർഷൻ ആയതോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ദിവസം പനിയാന്ന് പറഞ്ഞ് പകൽ ആശുപത്രി പോയി അഡ്മിറ്റ് ആയിട്ട് അവര് വൈകിട്ടാ വന്നേ. അതെനിക്കറിയാം. എന്തൊരു മണ്ടത്തരാ മായേച്ചി ചെയ്തത്. ഈ അമരാവതി പിറക്കുന്ന ആദ്യത്തെ കുഞ്ഞിന്റെ അമ്മയാവാനുള്ള അവസരമല്ലേ മായേച്ചി കളഞ്ഞത്? അന്ന് അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രസവിച്ച സൗന്ദര്യം പോകുന്നുള്ള മണ്ടത്തരായിരിക്കും മായേച്ചി പറഞ്ഞു പഠിപ്പിച്ചത്. ആർക്കറിയാം. എന്തായാലും അതിവിദഗ്ധമായിട്ടാ മായേച്ചി നമ്മളിൽ നിന്ന് ഈ കാര്യമൊക്കെ മറച്ചു വെച്ചത്. അതിനെന്താ, ഇപ്പൊ എല്ലാം പൊളിഞ്ഞു പോയില്ലേ? അമ്മ എന്താ രണ്ടുപേരും കൂടി കുശുകുശാ പറയുന്നത്? ഞങ്ങൾ ഒരു കുശുകുശയും പറഞ്ഞല്ലമ്മേ. മായേച്ചി ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞത്. അത് നന്നായി. അവളെ പോലെ നിങ്ങൾ നാളെ ഇതൊക്കെ ചെയ്യൂ. ഇല്ല, ഒരിക്കലല്ലമ്മേ. അമ്മ ഞങ്ങളെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാൻ കരുതിയതുപോലൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നത്. ഒരുത്തിയാണെങ്കിൽ കള്ളഗർഭം കെട്ടി ഈ വീട്ടിലെ എല്ലാവരെയും പറ്റിച്ചു. അവൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണെന്ന് കരുതി ഞാൻ ഒരുപാടങ്ങ് സന്തോഷിച്ചു. എന്നിട്ടിപ്പോ എന്തായി? അവസാനം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആയില്ലേ? ഇപ്പൊ ദേ വേറൊരുത്തി. ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാനുള്ളതിനെ ഇല്ലാതാക്കിയിട്ട് എത്ര നാളാ അവള് മറച്ചു വെച്ചത്. സൗന്ദര്യം പോകാതിരിക്കാൻ അബോർഷൻ ചെയ്തു പോലും. എന്തൊക്കെയാ ഇവളുമാര് ചെയ്തു കൂട്ടുന്നത്? ഇനി നീയൊക്കെ എന്താടി ചെയ്യാൻ പോകുന്നത്? അയ്യോ അമ്മ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലമ്മ. എടി, നമ്മൾ വിചാരിക്കുമ്പോ കിട്ടുന്നതല്ല കുഞ്ഞുങ്ങള്. അതിനൊക്കെ ഈശ്വരന്റെ ഒരു നിയോഗമുണ്ട്. ആ നിയോഗമുള്ള സമയത്ത് കുഞ്ഞു ജനിക്കും. പക്ഷേ അതിനെ വേണ്ടാന്ന് വെച്ച് ഇല്ലാതാക്കുന്നതേ ദൈവം പൊറുക്കാത്ത പണിയാ. അതാ അവള് ചെയ്തത്. അമ്മ അതങ്ങ് ക്ഷമിക്കമ്മേ. അന്നത്തെ ഒരു മണ്ടത്തരത്തിന് മായേച്ചി അങ്ങനെ ചെയ്തു. അതെ, അന്നത്തെ മണ്ടത്തരത്തിന് അവൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഇപ്പോഴോ ഒന്നിനു വേണ്ടി കരയുകയല്ലേ? ഞാൻ കിട്ടൂ. ദൈവം കനിയണ്ടേ? ദേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും. ദൈവത്തെ മറന്ന് ജീവി മൈ ലിറ്റിൽ കണ്ണ, ഞാൻ എന്താ ഈ കാണുന്നത്? ജ്യോതി, വാട്ട് ഈസ് ദിസ്? നീ എന്താ ഈ കാണിക്കുന്നത്? അമ്മ കണ്ടില്ലേ, സുപ്രിയുടെ ചിത്രം ഞാൻ എടുത്തു മാറ്റുമായിരുന്നു. എന്തിന്? ആര് പറഞ്ഞു നിന്നോട് ഇത് എടുത്തു മാറ്റാൻ? ദേ, മര്യാദയ്ക്ക് ഇത് തിരിച്ച് അവിടെ തന്നെ വെച്ചു. എന്റെ മോനിത് കണ്ട എന്താ സംഭവിക്കുന്നത് നിനക്കറിയൂ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനേ അമ്മയുടെ മോന്റെ ഭാര്യയാ.
മായച്ചി ജീവിച്ചിരിക്കുന്ന ഭാര്യയായ ഞാൻ ഈ വീട്ടിലുള്ളപ്പോ മരിച്ചുപോയ പഴയ ഭാര്യയുടെ ചിത്രം ഇവിടെ വേണ്ട. ഇതാ സ്റ്റോർ റൂമിലേക്ക് എങ്ങനെ മാറ്റി വെച്ചേക്കാം. സ്റ്റോർ റൂമിലേക്കോ? നീ ഭ്രാന്ത് പറയാണോ? അല്ലമ്മേ, ഒരു ഭ്രാന്തും മാറ്റുക. നിനക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നു ജ്യോതി? മര്യാദക്ക് തിരിച്ചത് അവിടെ തന്നെ വെച്ചോ, ഇല്ലെങ്കിൽ DK ഇന്ന് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടും. ഇത്രയും നാള് അത് അവിടെ ഇരുന്നിട്ട് നിനക്കത് മാറ്റണമെന്നൊന്നും തോന്നിയില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തിനാ അത് മാറ്റുന്നേ? ജ്യോതി, ഇതിന് DK നിന്നോട് ക്ഷമിക്കില്ല. വേണ്ട, ക്ഷമിക്കണ്ട. ഈ ഫോട്ടോ ഈ ഭിത്തിയില് ഇനിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിവിടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തതൊന്നും എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടാവാനും പാടില്ല. അതിപ്പോ പഴയ ഭാര്യയുടെ ഈ ചിത്രമായാൽ പോലും. ഇതിന്റെ പേരിൽ അമ്മയുടെ മകൻ എന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. അത് നിന്റെ തോന്നല. ഇതിന് DK നിന്നെ ഉറപ്പായിട്ടും ശിക്ഷിക്കും. ഒരിക്കലും ഇല്ല മായേ. ഇതുവരെ നിങ്ങൾ കണ്ട ജ്യോതിയല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്ന. DKയുടെ ശരിക്കുള്ള ഭാര്യയാ ഞാൻ. ഞാൻ ഇനി എന്ത് ചെയ്താലും അമ്മയുടെ മകൻ എന്നെ എതിർക്കില്ല. അതിനി ഈ വീട്ടിൽ നിങ്ങളെല്ലാരും കാണാൻ പോകുന്നേ ഉള്ളൂ. DKയുടെ ഭാര്യയായിട്ടാണോ നീ ഈ അഹങ്കാരം കാണിച്ചത്? അതെ, DKയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാ ഞാനിത് ചെയ്ത്. പഴയ ഭാര്യയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നതേ എനിക്കിഷ്ടമല്ല. അത്രേ ഉള്ളൂ. അതെനിക്ക് പറയാനും അതെടുത്ത് കളയാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നിന്റെ സ്വാതന്ത്ര്യമൊക്കെ DK വരുമ്പോ തീർത്തു തരും. വരട്ടെ, കാണിച്ചു തരാം. ഈ കാര്യത്തിൽ നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ദേ, ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും എന്നെ ഉപദേശിക്കാനും വരണ്ട. DK വന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോട്ടെ, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ജ്യോതി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? നീ മിണ്ടരുത്. ഹരിപ്രിയക്ക് ഇതിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല, മനസ്സിലായോ? ഇത് സുപ്രിയയുടെ ഫോട്ടോയാ. ആ ഫോട്ടോ ഇനി അവിടെ ഭിത്തിയിൽ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അത് വേണ്ടാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതിൽ ഹരിപ്രിയയുടെ തീരുമാനവും അഭിപ്രായവും ഒന്നും തൽക്കാലം ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലായല്ലോ? നീ മുറി പോവാൻ. അമ്മ പേടിക്കണ്ട. ഹിറ്റ്ലറിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കിപ്പോ നല്ലതുപോലെ അറിയാം. അമ്മയുടെ മോനെ ഒരു കണിശക്കാരനാ, പക്ഷെ സ്നേഹമുള്ളവനാ. സുപ്രിയയോടുള്ളതിനേക്കാളും സ്നേഹം ഹിറ്റ്ലറിനിപ്പോ എന്നോടുണ്ട്. എനിക്കത് മാത്രം മതി അമ്മ. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ സന്തോഷത്തിന് ആ ചിത്രം ഒരു തടസ്സമാ. അതവിടെ ഇരിക്കാൻ പാടില്ല അമ്മ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റിയത്. അമ്മ എന്നോട് ക്ഷമിക്കണം. മൈ ലിറ്റിൽ കണ്ണ, ഇനി ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എല്ലാം നീ തന്നെ നോക്കണം.
ഇവിടെ ഇരുന്ന സുപ്രിയയുടെ ഫോട്ടോ എവിടെ? അത് പിന്നെ ജ്യോതി ഇതെടുത്ത് സൂക്ഷിച്ച് എവിടെയോ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ഡിക്ക് അത് കുറച്ചു മുമ്പ് താഴെ വീണ് പൊട്ടിയെന്ന് തോന്നുന്നു. അന്നേരം ജ്യോതി ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചു അല്ലേ മായച്ചി? എന്തിനാ ചിത്ര വെറുതെ കള്ളം പറയുന്നേ? അമ്മയാണെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് പേടിച്ച് നേരത്തെ തന്നെ മുറിയിൽ കയറി വാതിലടച്ചു. പക്ഷേ ഇതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ആ ഫോട്ടോ ഇനിയും അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് ഹിറ്റ്ലറിനും അറിയാം. ശരിയല്ലേ? എന്റെ ഹിറ്റ്ലറെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ല, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. അതെടുത്ത് മാറ്റുന്നത് DKക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. ജ്യോതി കേട്ടില്ല. വാശി തീർക്കും പോലെയാ ജ്യോതി അതെടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടത്. ഇത്രയ്ക്ക് ധിക്കാരം കാണിക്കാൻ ജ്യോതിക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതെടുത്ത് മാറ്റരുതെന്ന് പറഞ്ഞതിന് ഞങ്ങളെ തല്ലില്ലെന്നേ ഉള്ളൂ. DKയുടെ ഭാര്യയ്ക്ക് അതെടുത്ത് കളയാനുള്ള അധികാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ ജ്യോതി ഈ അഹങ്കാരമൊക്കെ കാണിച്ചത്. സുപ്രിയാന്റിയുടെ ഓർമ്മകളൊന്നും ഇനി DKയുടെ ലൈഫിൽ വേണ്ടാന്നാ ജ്യോതിയുടെ തീരുമാനം. ഹിറ്റ്ലറെ, സുപ്രിയയുടെ ഓർമ്മകൾ പോലും എന്നെ സ്നേഹിക്കുന്നതിന് തടസ്സമാവരുതെന്നല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്നാ ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ടാ ഞാൻ ആ ചിത്രം എടുത്ത് മാറ്റിയത്. നിന്നോടുള്ള എന്റെ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞത് തന്നെയാ. പക്ഷേ സുപ്രിയയുടെ ചിത്രം അവിടെ ഇരിക്കുന്നത് നിന്നെ അസ്വസ്ഥയാക്കുന്നത് എങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഹിറ്റ്ലറെ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തത് തെറ്റായിരിക്കും. പക്ഷെ ഇപ്പോഴും അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു നോട്ടം കൊണ്ടുപോലും നിങ്ങളുടെ സ്നേഹം മറ്റൊരാളിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? സത്യത്തിൽ എന്തിനാ ആ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്? മരിച്ചുപോയ സുപ്രിയയുടെ ബോഡിയെങ്കിലും ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ മരിച്ചോ എന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ ഫോട്ടോ വെച്ചിങ്ങനെ പൂജിക്കുന്നത്? എന്തിനാ? നീ എന്തൊക്കെയാ പറയുന്നത്? സുപ്രിയ മരിച്ചു എന്ന് ഹിറ്റ്ലറിന് അത്ര ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പാണ്. സുപ്രിയ മരിച്ചു. മരിച്ചുപോയ ഒരാളുടെ ചിത്രം ഈ വീട്ടിൽ വെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. ജീവിച്ചിരുന്നപ്പോ അവള് തന്ന സ്നേഹത്തിന് പകരം കൊടുക്കുന്ന നന്ദി അത്രമാത്രം ആലോചിച്ചാൽ മതി. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, മരിച്ചുപോയവരോ മരിച്ചു, ജീവിച്ചിരിക്കുന്നവർക്കൊരു സമാധാനം വേണ്ടേ? അതവിടെ ഇരിക്കുമ്പോ നഷ്ടപ്പെടുന്നത് എന്റെ സമാധാനമോ? നേരത്തെ ഒന്നും എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ആ ചിത്രം അവിടെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നാം. അത് മറ്റൊന്നും കൊണ്ടല്ല. ജ്യോതി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ എതിര് പറയരുത്. നീ ആദ്യം കാര്യം പറയും. എതിര് പറയണോ വേണ്ടോ എന്നൊക്കെ ഞാൻ പിന്നീട് തീരുമാനിക്കാം. ഒരു വലിയ കലഹം ഈ വീട്ടിലുണ്ടാവാൻ ഇതൊരു കാരണമാവരുത്. ആ ചിത്രം എടുത്തു മാറ്റിയത് DKക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതെ, DKക്ക് മാത്രമല്ല, ഇവിടെയുള്ള ആർക്കും അത് ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനത് എടുത്തു മാറ്റാൻ തീരുമാനിച്ചത്. നീ പേടിക്കണ്ട, ഇവിടെ ആരും ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഭർത്താവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുമുണ്ട്. ഇവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുന്ന സ്വപ്നം കണ്ടിരിക്കുന്നവരൊക്കെ നിരാശപ്പെടുത്തേ ഉള്ളൂ. നമുക്ക് ആ ചിത്രം തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചാലോ? എന്തിന്? ഒരൊറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന നിന്റെ ചിത്രം ഇനി ആ ഭിത്തിയിൽ മാലയിട്ട് തൂങ്ങണം. ഇത്രയും കാലം തൂക്കിയത് പോരെ? അത് കാണുമ്പോ നിന്റെ ചങ്കടിക്കുന്നത് അവർക്കറിയില്ല. പക്ഷെ എനിക്കറിയാം.
കുറച്ചു ദിവസങ്ങളായി ഞാനത് എടുത്തു മാറ്റണമെന്ന് വിചാരിച്ചിട്ട്. ഇന്നത് ഞാൻ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മഹാപ്രളയവും ഈ വീട്ടിലുണ്ടാവാൻ പോകുന്നൊന്നുമില്ല. ഡി കെ ഇപ്പൊ നിശബ്ദമായിട്ടിരിക്കുന്നെങ്കിലും എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും, അതെനിക്ക് ഉറപ്പാ. അതിനിമ്മിണി പുളിക്കും. പഴയ ജ്യോതി അല്ല ഇത്. ആ ഹിറ്റ്ലറിന്റെ ശ്വാസത്തിന്റെ ഓരോ ചലനം പോലും എന്തിനുള്ളതായിരിക്കും എന്നിപ്പോ എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ചെയ്തത് ശരിയാണെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഹിറ്റ്ലറിന് അത് മനസ്സിലാവും. നിനക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ടോ? നിനക്ക് ഡി കെയോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അല്ല, എന്റെ ആത്മവിശ്വാസത്തിന്റെ ബലം എനിക്ക് ഹിറ്റ്ലറിനോടുള്ള സ്നേഹത്തിന്റെ ആഴമല്ല. പിന്നെന്താ? ഈ ബേക്കറിക്കാരിയോട് ആ കുശിനിക്കാരനുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാ. അതിന്റെ സത്യം അറിഞ്ഞവളെ ഞാൻ. സത്യം പറഞ്ഞ എനിക്കിപ്പോ ചെറിയ അസൂയൊക്കെ തോന്നുന്നുണ്ട്. ചെറുതല്ല, വലിയ അസൂയ തന്നെ കാണും.